മറ്റ് സഹോദരി സഹോദരങ്ങളെ, എല്ലാവർക്കും വീണ്ടും വരുന്നവനായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ ഈ പ്രദേശത്ത് കർത്താവിൻ്റെ സാക്ഷിയായിട്ട് നിൽക്കാനായിട്ടിടയായതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 2 വർഷത്തിന് മുമ്പാണ് പഴവങ്ങാടിക്കര ഇമ്മാനുവേൽ മാർത്തോമ ചർച്ചിലെ കൺവെൻഷനിലെ അവസാനത്തെ ദിവസത്തിൽ വന്ന് പ്രസംഗിക്കാനായിട്ട് ഇടയായത്. പല സന്ദർഭങ്ങളിലായി ഈ പ്രദേശത്തുള്ള പല പള്ളികളിൽ പല പ്രാവശ്യം വന്ന് ദൈവവചനം ഘോഷിക്കാൻ അവസരം ലഭിച്ചത് സന്തോഷത്തോടെ ഓർക്കുന്നു. ഒരിക്കൽ കൂടെ ദൈവം അയച്ചു. ദൈവത്തിൻ്റെ പദ്ധതി ഈ പ്രദേശത്ത് ഇങ്ങനെയൊരു മനോഹരമായിരിക്കുന്ന ഹോൾ ഉണ്ടാകുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ആ ആലോചന ഈ കർത്തൃദാസൻ്റെ മനസ്സിൽ കൊടുത്തു. ഭൗതികമായി നോക്കിയാൽ ഫ്ലാറ്റ് ഉണ്ടാക്കി കൊടുത്താൽ കുറച്ച് കാശ് കിട്ടുമായിരുന്നു. ആ കാശിലെ കുറേ എടുത്ത് അങ്ങ് സുവിശേഷ വിലയ്ക്ക് കൊടുത്താൽ പോരെ എന്നൊക്കെ ഒരു ചിന്ത ഉണ്ടാവാം. പക്ഷേ റാന്നി പ്രദേശത്തിൻ്റെ ദൈവിക വെളിപ്പെടുത്തലിനെ വിളിച്ചറിയിക്കാൻ ദൈവം അദ്ദേഹത്തെ ഒരു മാധ്യമമായി എടുത്ത് ഉപയോഗിച്ചു. ദൈവം ഒരു വേല ഒരിടത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ, തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് ദൈവത്തിന് വ്യക്തമായിരിക്കുന്ന ഉദ്ദേശമുണ്ട്. അത് മുന്നമേ പറയില്ല, കുറേ കഴിയുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അതാണ് ഈ പുസ്തകത്തിൻ്റെ ചരിത്രം. ഞാൻ വിസ്താര ഭയം കൊണ്ട് അധികം പറയാനായിട്ട് ശ്രമിക്കുന്നില്ല. അളിയനെന്ന് വിശേഷിപ്പിച്ച അനിയുടെ വീട്ടിൽ ഇന്ന് ഞാൻ കയറിയിട്ടാണ് വരുന്നത്. ഞങ്ങളുടെ ചെറുപ്പകാലം മുതലേ ഞങ്ങൾക്ക് നല്ല സ്നേഹബന്ധം ഉള്ള ഭവനമാണ്. വല്ലപ്പോഴും പോയി ഭക്ഷണം കഴിക്കുമായിരുന്നു അവിടുന്ന്. കുഞ്ഞുമാമ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാസത്തിൽ ഒരിക്കൽ ഞാൻ സന്ദർശിക്കണമെന്ന് നിഷ്ഠയുണ്ടായിരുന്നു. ഞാൻ പോയി കാണുമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ചെറുപ്പകാലത്ത് അനി ജോലിക്കൊക്കെ പോകുന്നതിന് മുമ്പ് പഠിക്കുന്ന കാലത്തൊക്കെ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മ നിരണം പ്രദേശത്തുണ്ടായിരുന്നു. മാത്തുകുട്ടിച്ചായനും പിതാവ് മാത്തുകുട്ടിച്ചായനും ആ കൂട്ടായ്മയിൽ പങ്കെടുക്കുമായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ഞങ്ങൾക്ക് ഒരുമിച്ച് അനുഭവിക്കാൻ സാധിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പഠിച്ച് വലിയവനായി പലയിടങ്ങളിൽ പോയി പഠിപ്പിക്കാനൊക്കെ പോയി. ഞാൻ പലയിടങ്ങളിൽ സുവിശേഷ വേലയ്ക്കായിട്ടൊക്കെ മാറി താമസിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ചൊരു കൂട്ടായ്മ പിന്നീട് ലഭിച്ചില്ല. അതിനുശേഷം ഇപ്പോഴാണ് കിട്ടുന്നത്. ഞങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴാണ് ഒരു കൂട്ടായ്മ ഒരുമിച്ച് ലഭിക്കുന്നത്. അതും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സുവിശേഷ സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറിയോടൊപ്പം ഈ ശുശ്രൂഷ പങ്കുവയ്ക്കുന്നതും അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവം തന്നെയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിൽ നമുക്കൊരുമിച്ച് ധ്യാനിക്കുന്നതിനായിട്ട് 81 സങ്കീർത്തനം 1 വാക്യം, 81 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യം. പ്രാർത്ഥിക്കാം. ദൈവമേ, സ്നേഹവാനായ കർത്താവേ, ഈ അനുഗ്രഹീതമായിരിക്കുന്ന രാത്രിക്കും അതിൻ്റെ ശാന്തതയ്ക്കുമായി തിരുമേനിയെ സ്തുതിക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ അടുത്തു വന്ന് അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാൻ, അങ്ങയുടെ ശബ്ദം കേൾക്കുന്നതിനോട് താല്പര്യത്തോടെ വരുവാൻ ഈ രാത്രിയിൽ അങ്ങയുടെ മക്കളെ കൂട്ടി വരുത്തിക്കൊണ്ട് സ്തുതിക്കുന്നു. കൂടി വന്നതല്ല, നീ കൂട്ടി വരുത്തിയതാണല്ലോ. അങ്ങനെയെങ്കിൽ അങ്ങേക്ക് ചിലത് ഞങ്ങളോട് അറിയിക്കാനായിട്ടുണ്ട്. അറിയിക്കാനുള്ളത് ഒട്ടും മറച്ചു വയ്ക്കാതെ വ്യക്തവും ശക്തവുമായി ഞങ്ങളെ കേൾപ്പിക്കണമേ. ഇനിയും എന്തെങ്കിലും ഞങ്ങൾ കേൾക്കാനുണ്ടെങ്കിൽ അതും കൂടെ ഞങ്ങളെ കേൾപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന് ശക്തിയുണ്ട്. ഇന്ന് വചനത്താൽ സ്പർശിക്കപ്പെടാതെ ആരും ഇവിടുന്ന് പോകാൻ ഇടവരുത്തരുതെന്ന് പ്രാർത്ഥിക്കുന്നു. ചില ഉള്ളങ്ങൾ നിന്റെ വചനത്താൽ സ്പർശിക്കപ്പെടണം. ചില പ്രിയപ്പെട്ടവർക്ക്, ബലമില്ലാത്തവർക്ക് ബലം ലഭിക്കുന്ന രാത്രിയാകണം. ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ആ ക്ഷീണം മാറുന്ന രാത്രിയാവേണം. സ്വർഗത്തിൻ്റെ സ്പർശനം ഇന്ന് ഈ ഹോളിനകത്ത് നടക്കണം. ആത്മാവിൻ്റെ വ്യാപാരം ഞങ്ങൾ അനുഭവിച്ചറിയുവാനിട വരുത്തണമേ. അങ്ങയുടെ അഭിഷക്തൻ ഇവിടെ ഉണ്ടല്ലോ, അതുപോലെ ഞങ്ങളുടെ പ്രിയൻ ഇവിടെ ഇരിക്കുന്നത് കാണാൻ ഞങ്ങളുടെ കണ്ണുകളെ ഒന്ന് തുറത്താട്ട്. ആ മനോഹാരിത കാണാൻ, അവിടുത്തെ ശബ്ദം കേൾക്കാൻ കാതുകളെ തുറക്കണമേ. അവിടുത്തെ നാമമഹത്വത്തിനാക്കി എല്ലാം തീർക്കണമേ. പറയേണ്ടത് പറയാനുള്ള ധൈര്യവും പറയരുതാത്തത് പറയാതിരിക്കാനുള്ള വിവേകവും ഏഴയ്ക്ക് നൽകണമേ. മഹത്വമെല്ലാം അങ്ങയ്ക്ക്. യേശു മൂലം പ്രാർത്ഥിക്കുന്നു, ദയവുണ്ടായി കേൾക്കണമേ. ആമേൻ. ഇസ്രായേൽ ജനത്തിൻ്റെ ധാർമ്മിക ചരിത്രം പഠിക്കുമ്പോൾ നിരവധി ചെറുതും വലുതുമായിരിക്കുന്ന പെരുന്നാളുകളുണ്ട്. അവയിൽ 7-ാം മാസം 1-ാം തീയതി തലമുറകളായി ആചരിച്ചു പോരുന്ന ഒരു ഉത്സവമാണ് ഫീസ്റ്റ് ഓഫ് ദ ട്രംപറ്റ്, കാഹള നാദോത്സവം. അന്നേ ദിവസം അവർ വായിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്ന സങ്കീർത്തനമാണ് ഇന്ന് ധ്യാനത്തിന് ആധാരമായി ഞാൻ വായിച്ചത്. എന്താണ് ഈ കാഹള നാദോത്സവത്തിൻ്റെ പ്രത്യേകത? പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ അതിൻ്റെ ചരിത്രം നമുക്ക് കാണാനായിട്ട് സാധിക്കും.
എല്ലാം വായിക്കുന്ന എല്ലാ റെഫറൻസ് വായിക്കുന്നത് സമയം പോകുന്നത് കൊണ്ട് ഞാൻ ഓർപ്പിച്ചു പോകാം. രഫീദീമിൽ നിന്ന് യാത്ര പുറപ്പെട്ട ഇസ്രായേൽ ജനം സീനായ് മലയുടെ അടിവാരത്തിൽ വന്ന് പാളയമടിച്ചിരിക്കുകയാണ്. മുന്നോട്ടുള്ള പ്രയാണത്തിൽ അവിടെ മുൻപിൽ വെട്ടിത്തെളിച്ച പാതയില്ലാത്ത മരുഭൂമിയിലൂടെ യാത്ര ചെയ്യാൻ പോവുകയാണ്. ജീവിക്കുന്നതിനാവശ്യമുള്ള ഗൈഡ് ലൈൻസ് ലഭിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടാവണം. അങ്ങനെ അരുളപ്പാട് ലഭിക്കത്തക്കവണ്ണം മോശയെ പർവ്വതത്തിലേക്ക് ദൈവം വിളിച്ചു. 3-ാം ദിവസം പുലർച്ചെ പർവ്വതത്തിൽ മുഴങ്ങിക്കേട്ട ശബ്ദത്തിൽ ഒന്നാണ് കാഹളനാദം. നിങ്ങൾ വീട്ടിൽ ചെന്ന് പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം വായിക്കണം. 19-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിലാണ് ഈ കാഹളനാദം കേട്ടതിനെക്കുറിച്ച് ചേർത്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ ജനത്തോട്, വീണ്ടെടുത്ത ദൈവത്തിൻ്റെ ജനത്തോട് വീണ്ടെടുത്തവൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്ന ലാവണ്യ വചസ്സുകളെ ദൈവം നേരിട്ട് മോശയ്ക്ക് നൽകിക്കൊടുത്ത ഇടമാണവിടെ. അതിൻ്റെ സ്മരണം പുതുക്കുന്നതിനും അതിൻ്റെ സ്മരണം നിലനിർത്തുന്നതിനും വേണ്ടി തലമുറയായിട്ട് അവരാചരിക്കുന്ന ഉത്സവമാണ് ഫീസ്റ്റ് ഓഫ് ദ ട്രംപറ്റ്. 7-ാം മാസം 1-ാം തീയതി ആചരിക്കണം. ഇത് അങ്ങനെ ചിട്ട ഉണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്. സംഖ്യാപുസ്തകം 29-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ 7-ാം മാസം 1-ാം തീയതി ഇങ്ങനെ നിങ്ങൾ ചെയ്യണം. തലമുറയായി ഇന്നും ഇസ്രായേൽ ജനം അത് ചെയ്തു പോരുന്നു. കാരണം ദൈവത്തിൻ്റെ ജനമായ ഞങ്ങൾക്ക് വെട്ടിത്തെളിച്ച പാതയില്ലാത്ത മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള നിർദ്ദേശം ലഭിക്കുന്നത് ദൈവത്തിൽ നിന്ന് മാത്രമാണ്. ദൈവത്തിൻ്റെ അരുളപ്പാടിലൂടെയാണ്, ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ഉടമ്പടിയും ലഭിച്ചതിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഉത്സവമാണ് ഫീസ്റ്റ് ഓഫ് ദ ട്രംപറ്റ്. അന്ന് അവർ ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ അവർ ചടുല നൃത്തങ്ങളോടുകൂടെ ഏതെല്ലാം വാദ്യനാദങ്ങൾ അവിടെ ഉപയോഗിക്കണം എന്നൊക്കെ ചേർത്തിട്ടുണ്ട്. അതൊക്കെ ഉപയോഗിച്ച് എല്ലാവരും നൃത്തം ചെയ്ത് ദൈവത്തെ പാടി സ്തുതിക്കുന്ന സങ്കീർത്തനാണ്. നോക്കി, ഇനി ടൈറ്റിലുണ്ടല്ലോ. എല്ലാ സങ്കീർത്തനങ്ങൾക്കും ഒരു ടൈറ്റിലുണ്ട്. ഈ ടൈറ്റിൽ ആ ടൈറ്റിൽ നോക്കി അതിൻ്റെ തലക്കെട്ട് നോക്കിയാട്ട് സംഗീത പ്രമാണിക്ക് ഗദ്യരാഗത്തിൽ ആസാഫിൻ്റെ ഒരു സങ്കീർത്തനം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓരോ പ്രത്യേക കാലഘട്ടത്തിൽ ജീവിച്ചതായിരിക്കുന്ന ഭക്തന്മാരുടെ ജീവിതത്തിൽ ഈ രാഗങ്ങളൊക്കെ എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന്. എന്താണ് ഈ രാഗത്തിൻ്റെ പ്രത്യേകത? 3 സങ്കീർത്തനങ്ങളാണ് ഈ രാഗത്തിലുള്ളത്. ഒന്ന് 8-ാം സങ്കീർത്തനം ദാവീദിൻ്റെ, 81-ാം സങ്കീർത്തനം ആസാഫിൻ്റെ, 84-ാം സങ്കീർത്തനം കോരഹപുത്രന്മാരുടെ. അതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. എല്ലാം കൂടെ വിസ്തരിക്കാനായിട്ട് എനിക്ക് മുൻപിൽ സമയമില്ല. ഞാൻ സമയം അധികം എടുക്കുമെന്നുള്ളത് കൊണ്ടാണ് എന്നോട് നിങ്ങളുടെ ലീഡർ പറഞ്ഞു, മുൻകൂർ ജാമ്യം എടുത്ത ലീഡർ പറഞ്ഞു, കൺവെൻഷൻ പ്രസംഗത്തിൻ്റെ രീതിയിൽ അങ്ങോട്ട് പോകല്ലേ, ഞങ്ങൾക്കൊരു കീഴ്വഴക്കമുണ്ട്, അതുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന ഇതേ നോക്കി പ്രസംഗിക്കാവുന്ന അത്രയേ ഉള്ളൂ. ആ കീഴ്വഴക്കം അനുസരിക്കും. ഞങ്ങളെയൊക്കെ പഠിപ്പിക്കുന്നത് അങ്ങനെ. ഞങ്ങളൊരു സുവിശേഷ സംഘമൊക്കെ അങ്ങനെ ഒരു ഡിസിപ്ലിൻഡ് ആയിരിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. അതിലൂടെയാണ് ഞങ്ങളതൊക്കെ പഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പേടിക്കണ്ട. പ്രസംഗം മുഴുപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ അന്ന് അവിടെ അങ്ങ് നിർത്തിയേക്കാം. ആ പോയിൻ്റ് പറഞ്ഞങ്ങ് നിർത്തിയേക്കാം. നിർബന്ധമില്ല എല്ലാ പോയിൻറ്റും കൂടെ പറയണോ? ഉണ്ടോ? ഒന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ചിരുന്നാൽ നമുക്ക് ഉപകാരപ്രദമായി തീരും. ദൈവത്തിന് സ്തോത്രം. പലസ്തീൻ നാട്ടിൽ മുന്തിരി കൃഷിയുണ്ട്. മുന്തിരി പഴുക്കുന്ന കാലത്ത് മുന്തിരിത്തോട്ടത്തിൻ്റെ വിവിധ കോണുകളിൽ മരച്ചക്കുകളിടും. ആ മരച്ചക്കിനകത്ത് മധുരമുള്ള മുന്തിരി, നയനസുന്ദരമായിരിക്കുന്ന മുന്തിരി പറിച്ചെടുത്തിട്ട് കാളയെക്കൊണ്ടോ കഴുതയെക്കൊണ്ടോ അതിങ്ങനെ തിരിക്കുമ്പോൾ ആ ഇട്ട മുന്തിരി ചക്കിൽ കിടന്ന് തകർന്ന് ഉടഞ്ഞ് ഞെരിഞ്ഞ് അമരും. പുറത്തേക്ക് ഒഴുകി വരുന്നതോ ദ്രാക്ഷരസമാണ്. ഇങ്ങനെയുള്ള പ്രക്രിയ നടക്കുമ്പോൾ അതിനു ചുറ്റും താളത്തിനൊത്ത് കൃഷിക്കാരും വേലക്കാരും കൂടെ ചേർന്ന് പാടുന്ന രാഗമാണ് ഗദ്യരാഗം. ഇതിനെ സ്കോഫീൽഡ് ബൈബിളാണ് വ്യക്തമായിട്ട് അതിന് ടൈറ്റിൽ ചേർത്തിരിക്കുന്ന വൈൻ പ്രസ് എന്ന പദം തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. വൈൻ പ്രസ്. ഈ മുന്തിരി ഇങ്ങനെ തകർന്ന് ഉടഞ്ഞ് ഞെരിഞ്ഞ് അമർന്ന് പോകുമ്പോൾ, രൂപഭാവം നഷ്ടപ്പെടുമ്പോൾ ഒഴുകി വരുന്നത് എന്താണ്? ആനന്ദത്തിൻ്റെ രസമാണ്. ഇതെന്തിൻ്റെ സൂചനയാണെന്നറിയാമോ? ഒരു ഭക്തൻ്റെ ജീവിതത്തിൻ്റെ സൂചനയാണ്.
വേദനാജനകമായിരിക്കുന്ന അനുഭവങ്ങളിൽ കൂടെ, അനിർവചനീയമായിരിക്കുന്ന ഒത്തിരി ദുഃഖത്തിൻ്റെ അനുഭവത്തിൽ കൂടെ മുന്നറിയിപ്പില്ലാതെ പലതും വന്ന് ജീവിതത്തിൽ അഭിമുഖീകരിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ആനന്ദത്തിൻ്റെ ഇരടികൾ പാകത്തക്ക തരത്തിൽ ജീവിതം പാകമാവുന്നതാണ് ആത്മീയത. ഭക്തന്റെ ജീവിതം അതാണ്. അനുകൂലമായ സാഹചര്യത്തിൽ ഉറക്ക സ്തോത്രം പറയുന്നതല്ല, എല്ലാം ലഭ്യമാകുമ്പോൾ ലഭിക്കുന്ന ആനന്ദമായിരിക്കുന്ന ഒരു അനുഭൂതിയല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. പിന്നെന്താണ്? വൈതരണികളുടെ അനുഭവത്തിൽ കൂടെ പോകുമ്പോൾ, കഷ്ടത്തിൻ്റെയും വേദനയുടെയും തീച്ചുളയിൽ കൂടെ പോയി വരുമ്പോൾ അതിലൂടെ ഒഴുകി വരുന്ന ആനന്ദത്തിൻ്റെ ഈരടികളാണ്. അങ്ങനെ പാടിയ ഭക്തന്മാർ നമ്മുടെ ദേശത്ത് ജീവിച്ചിരുന്നു. കൊച്ചു ഉപദേശി ഗദ്യരാഗം പാടിയ ആളാണ്. രണ്ടാമത്തവൻ ശമൂവേലിയുടെ പ്രജ്ഞയറ്റ ശരീരത്തെ നോക്കിക്കൊണ്ട് ആ ഭക്തൻ പാടി, ദോഷമായിട്ടൊന്നും എന്നോട് എൻ്റെ താതൻ ചെയ്യുകയില്ല. അതെ, വേദനയുടെ നാളുകളിൽ ദൈവപൈതലെ നിനക്കത് പാടാൻ കഴിയുമോ? അത് പാടാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ ജീവിതം പാകമാകണം. അതാണ് ആത്മീയത. ഈ പാട്ടും കൂത്തും ബഹളമൊന്നുമല്ല. ഇതിൻ്റെ ഓർഗൻ്റെ ഈ സിന്തസൈസറിൻ്റെ ഒക്കെ അടി വെക്കുന്ന ഒരു ഇമോഷണൽ ലിഫ്റ്റ് ഉണ്ടാകും. അതൊന്നുമല്ല ആത്മീയത. ആത്മീയത നമ്മുടെ ജീവിതത്തെ മോൾഡ് ചെയ്യുന്നതാണ്, ക്യാരക്ടർ മോൾഡ് ചെയ്യുന്നതാണ്, നമ്മുടെ ലൈഫിൻ്റെ ആകത്തുകയാണ്. നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിച്ച് ആനന്ദത്തോടെ സന്തോഷത്തോടെ പാടാൻ കഴിയുമില്ല. ഇദ്ദേഹം ഓർപ്പിച്ചു, കാരാഗ്രഹത്തിനകത്ത് കാലാമത്തിലിട്ട് പൂട്ടിയിരിക്കുമ്പോൾ ദൈവത്തെ പാടി സ്തുതിക്കാൻ പൗലോസിനും ശീലാസിനും സാധിച്ചത് ഗദ്യരാഗമാണ്. അവിടെയാണ് അത്ഭുതം പ്രവർത്തിച്ചത്. ദൈവത്തിനു സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എം.എ. ചെറിയാച്ചൻ മധുരയിൽ മണലാരണ്യത്തിൽ പോയി കർത്താവിൻ്റെ വേല ചെയ്തു. അദ്ദേഹം തൻ്റെ പ്രിയ പത്നിയുടെ ആ പ്രസവത്തിൻ്റെ സമയത്ത് ലഭിക്കാത്ത എവിടെ നിന്ന് ആര് സഹായിക്കുമെന്നുള്ളതിനെക്കുറിച്ച് ആകുലപ്പെട്ട് വിചാരവിഷണ്ണനായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തൂലിക ചലിച്ചു. ആരാണ് സഹായിക്കാനുള്ളത്? ആരും അറിഞ്ഞൂടാ. ആ തൂലികത്തുമ്പിലൂടെ വിരചിതമായിരിക്കുന്ന മനോഹരമായിരിക്കുന്ന പാട്ടാണ് നാം എല്ലാം പാടിയത്. ആദ്യം എഴുതിയത് പാരിടമാം പാഴ്മണലിൽ പാർത്തിടും ഞാൻ നിന്നണലെന്നുള്ള, നമ്മളിപ്പോൾ അത് അവസാനമാക്കി. ആദ്യത്തെ വരികൾ അതാണ്. ഇത് പാഴ്മണലാണ്, ഇവിടെ ഭയങ്കരമായിരിക്കുന്ന പ്രതികൂലമാണ്, എനിക്ക് ആശ്രയിക്കാൻ ആരുമില്ല. അദ്ദേഹം പാടി, പ്രിയപ്പെട്ടവരുടെ ഞരക്കം കേൾക്കുമ്പോൾ തന്നുയിരെ പാപികൾക്കായി തന്നവനാം നീ ഇനിയും തള്ളിടുമോ? ഏഴയെ തീരുമോ നിൻ സ്നേഹം എന്നിൽ? സ്വർഗം അപ്പോൾ പ്രവർത്തിക്കും. സ്തോത്രം. സഹായത്തിൻ്റെ കരങ്ങളെ ദൈവം അയച്ചു. ചരിത്രം നിങ്ങൾക്കറിയാവുന്നത് കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ചാൾസ് പാടി, ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ്. അത് ഗദ്യരാഗമാണ് പ്രിയപ്പെട്ടവരെ. ജീവിതത്തിൻ്റെ വേദനയുടെയും സങ്കടത്തിൻ്റെയും കഷ്ടങ്ങളുടെയും അനുഭവത്തിൽ കൂടെ പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പൊന്തി വരുന്ന നാദധാരയാവണം. അത് ഗദ്യരാഗമാണ്. ആസാഫിനത് പാടാൻ അനുഭവമുണ്ട്, ദാവീദിനത് പാടാനായിട്ടുള്ള അനുഭവമുണ്ട്, കോരഹപുത്രന്മാർക്ക് അതിലേറെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ ഞാനിവിടെ നസ്രയത്ത് പള്ളിയിലേക്ക് അന്വേഷണം പ്രസംഗിക്കാൻ വന്നപ്പോൾ 84-ാം സങ്കീർത്തനത്തിൽ കോരഹപുത്രന്മാരുടെ സങ്കീർത്തനം ഉദാഹരിച്ച് പ്രസംഗിച്ചത് ഓർക്കുന്നുണ്ട്. അത് 8-10 വർഷങ്ങൾ പൈതൽ സാറൊക്കെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. എന്താണ് ഈ ഭക്തൻ ഇസ്രായേൽ ജനം പാടാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഇന്നും പാടാൻ ആഗ്രഹിക്കുന്നത്? ആദ്യത്തെ ലൈൻ, രണ്ടാമത്തെ ലൈൻ. ആദ്യത്തെ ലൈൻ്റെ എക്സ്പ്ലനേഷനാണ് രണ്ടാമത്തെ ലൈൻ. ആദ്യത്തെ ലൈൻ പറയുന്നതിനാണ് നമ്മുടെ ബലമായ ദൈവത്തിന്. ഇത് പറയുമ്പോൾ ഇതാരാ പറയുന്നത്? ഇസ്രായേലാ പറയുന്നത്. ആധുനിക ഇസ്രായേലും പറയുന്നുണ്ട് നമ്മുടെ ബലമായ ദൈവം. നാം ജീവിക്കുന്ന കാലഘട്ടം ബലം എന്താണെന്നും ബലത്തിൻ്റെ ആധിക്യം എന്താണെന്നും ലോകം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. പ്രത്യേകിച്ച് ഈ ഇസ്രായേൽ കമ്മ്യൂണിറ്റി ലോക ചരിത്രത്തിലെ എന്തെല്ലാം ബലമെന്ന് വിശേഷിപ്പിക്കാവുന്നതുണ്ടോ അവയെല്ലാം കൈവശമുള്ള ആളുകളാണ് അവരാണ് പറയുന്നത് അതൊന്നുമല്ല ബലം, പിന്നെ നമ്മുടെ ബലം ദൈവമാണെന്ന്. വ്യത്യസ്ത ബലത്തിന്റെ റിസോഴ്സസിന്റെ നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ ബലത്തിന്റെ വല്ലഭത്വം തിരിച്ചറിഞ്ഞവനാ ഭക്തൻ. അവൻ്റെ ഉള്ളത്തിന് മാത്രമേ ഇത് പാടാനായിട്ട് സാധിക്കത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം ഒത്തിരി ബലത്തിൻ്റെ ലിസ്റ്റ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒന്ന് ടെക്നോളജിക്കൽ പവർ, അതായത് സാങ്കേതിക വിദ്യ ഒത്തിരി 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 വികസിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗപ്രവേശനം ചെയ്ത് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന
പ്രതിമ സംസാരിക്കുമെന്ന് പറയുന്ന ആക്ഷരികമായി ഇത് നടന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നതെന്നാണ്, വാതിക്കലായിരിക്കുന്ന അതിൻ്റെ അർത്ഥം. അതൊക്കെ വിസ്തരിക്കണം, അതൊക്കെ വേറെ വിഷയമാണ്, അങ്ങോട്ട് പോകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അതെല്ലാം അവരുടെ ഭയങ്കരമായിരിക്കുന്ന നേട്ടങ്ങൾ അവർക്ക് കൈവശമുണ്ട്. പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചതാരാ? അവരാണ്. മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചതാരാ? അവരാണ്. ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം, ടെക്നോളജിക്കൽ ഇൻവെൻഷൻ മുഴുവനും അതിൽ സിംഹഭാവം നടത്തിയിരിക്കുന്നത് അവരാണ്. അവരാ പറയുന്നത് അതൊന്നുമല്ല ബലം, ഞങ്ങളുടെ ബലം ദൈവമാണ്. സ്തോത്രം. ദൈവത്തിന് വയതിലേ 2 നില കെട്ടിടവും കിട്ടി, 5-6 സ്ഥലവും കിട്ടി, എന്തെങ്കിലും ഇത്തിരി കാശും കൂടെ ബാങ്കിലുണ്ടെങ്കിൽ അതാണ് വലിപ്പമെന്ന് പറഞ്ഞ് പള്ളിയിൽ പോലും കേറാത്ത നസ്രാണി നിനക്ക് പറയാൻ കഴിയണം, നീ തിരിച്ചറിയാൻ കഴിയണം, അതൊന്നുമല്ല ബലം. പിന്നെയോ ബലം എൻ്റെ ദൈവമാണ്. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഇതൊന്ന് അറിഞ്ഞ് ഹൃദയം തുറന്ന് ഒന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ കഴിയണം, എൻ്റെ ബലം എൻ്റെ ദൈവമാണെന്ന്. അവിടം വരെ നമ്മൾ ഉയരണം. അല്ലാതെ ഈ കൊച്ചു 2 പാട്ട് കൊണ്ടൊന്നും കാര്യം നടക്കത്തില്ല. അവിടം വരെ ഉയരണം നമ്മൾ. ദൈവത്തിന് സ്തോത്രം. ഈ ടെക്നോളജി ഒത്തിരി വർദ്ധിച്ച കാലത്ത് അവർ പറയാം ഞങ്ങളുടെ ബലം ദൈവമാണ്. പൊളിറ്റിക്കലി നമ്മളെയൊക്കെ ജീവിക്കുന്ന കാലത്ത് രാഷ്ട്രീയക്കാർ ഒരു വലിയ ശക്തിയാണ്. അവരുടെ ശക്തിയുടെ അളവറ്റ വലിപ്പം റാന്നിയിലും ഒക്കെ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. നമ്മുടെ പള്ളിയിലെ പല മഹാന്മാരെയും പള്ളിയിലെ എന്തെങ്കിലും ഒരു പരിപാടി കണ്ട് അവരെ കാണത്തില്ല. ഒരു ഓപ്പണറിനെ വിളിച്ചാൽ അവർ വരത്തില്ല. എന്നാൽ കൊടിയും പിടിച്ചുകൊണ്ട് ചെത്തോങ്കര മുതൽ മന്ദമരുതി വരെയും വെച്ചൂച്ചിറ വരെയും നടക്കാൻ ഒരു മടിയില്ല. വേദവസ്തു അവൻ്റെ കൈകൊണ്ട് എടുക്കത്തുമില്ല. പള്ളിയിലെ എന്തെങ്കിലും കമ്മിറ്റിക്ക് വരണം അല്ലെങ്കിൽ സ്ഥാനമോഹം വേണമെങ്കിൽ അവൻ മത്സരിക്കാൻ കയറി വന്നിരിക്കുക. നീയൊക്കെ ഗുണം പിടിച്ചില്ലെങ്കിൽ വരുന്നു ന്യായവിധി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തെയും ദൈവാലയത്തെയും നിനക്ക് ബോധിച്ചതുപോലെ ഉപയോഗിക്കാനുള്ളതല്ല. ദൈവത്തിന് സ്തോത്രം. ഈ രാഷ്ട്രീയക്കാരൻ്റെ ശക്തിക്ക് പരിമിതിയുണ്ട് പ്രിയപ്പെട്ടവരെ. രാഷ്ട്രീയത്തിൻ്റെ ഇച്ഛാശക്തിയുള്ള കാലം നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. 3ാമത്തെ പവറാണ് ഇക്കണോമിക്കൽ പവർ, സാമ്പത്തിക ശക്തി. എനിക്ക് ഏതാണ്ട് ഉണ്ടെന്നുള്ള ഒരു ഭാവം. പണ്ട് താറേ ഇരുന്നുകൊണ്ട് കയ്യും അടിച്ച് പാട്ടും പാടി നടന്ന് ഉടുതുണിക്ക് മറുതുണിയില്ല നടന്ന കൂട്ടത്തില്ല. എങ്ങനെയാ വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വിചാരിച്ചമ്മ കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ച ഒരു കാലം ഉണ്ടായിരുന്നെന്ന്. ചാണകം വഴിയെ പറയിലിരുന്നാ പ്രാർത്ഥിച്ചത്, തഴപ്പായിലിരുന്ന് പ്രാർത്ഥിച്ചവരാ. ഞാനും അങ്ങനെ പ്രാർത്ഥിച്ചതാ. ദൈവത്തിന് സ്തോത്രം. അതൊക്കെ മാറി നിനക്ക് ബഹുനില മന്ദിരം തന്നു, ഇഷ്ടം പോലെ കാശ് തന്നു, ചലിക്കുന്ന കൊട്ടാരമായി കാറ് തന്നു, എല്ലാം തന്നു. ദൈവവൈതലേ, നീ ആ പിടി ദൈവത്തിലാണോ നിന്റെ ധനത്തിലാണോ? ആശ്രയം എവിടെയാണ്? മൈൻഡ് സെറ്റ് എവിടെയാണ്? ഈ ഇക്കണോമിയുടെ ഒരു വലിയ വിപ്ലവം നടക്കുന്ന കാലം. അവിടെ ഇല്ലാതെ പറ്റത്തില്ല. പക്ഷേ സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വയ്ക്കും. സമ്പത്തുണ്ടാകുന്നതിന് ദൈവം എതിരല്ല. ചിലരുടെ ചിന്തയുണ്ട് ഈ സാത്താന സമ്പത്തെല്ലാം കൊടുത്തിരുന്നു. അങ്ങനെയാണോ സാറേ? ഞാനങ്ങനെ വിചാരിക്കുന്നില്ല. അങ്ങനെയാണ് സുവിശേഷ സംഘത്തിന് കാശില്ലായിരുന്നപ്പോൾ സാത്താനാന്നല്ല കാശ് കൊടുത്തത്. അല്ല, ദൈവമക്കൾ കൊടുത്തു. അനേക ദൈവമക്കൾ കൊടുത്തു. ദൈവം വഴി ഒരുക്കി. അങ്ങനെ ദൈവത്തിന് സ്തോത്രം. അങ്ങനെയൊന്നും നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. സമ്പത്തൊക്കെ ഉള്ള നല്ലതാണ്. ഈ സാറിന് സമ്പത്തില്ലായിരുന്നെങ്കിൽ ഇവിടെ ഇത് വല്ലതും ഉണ്ടാകാൻ പറ്റുമായിരുന്നു, നമുക്കിവിടെ ഇരിക്കാൻ പറ്റുമായിരുന്നു. ഇങ്ങനെയുള്ള പല പുള്ളികളുണ്ട്. ഇവരൊക്കെ ഒന്ന് മനസ്സ് വെച്ചാൽ എന്തെല്ലാം ഈ റാന്നി നടക്കും ഇല്ലേ? അവരൊന്നും അനങ്ങത്തില്ല. സ്തോത്രം പറഞ്ഞുകൊണ്ട് പുറകെ പിടിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഒന്ന് മാറും. കണ്ട അമ്മാമ്മയുടെ നോട്ടം കണ്ടോ? ഇനി മേലാൽ ഈ പ്രദേശത്ത് ഞങ്ങൾ വിളിക്കത്തിരുന്നു. ഒരു പ്രശ്നവും ഇല്ല. വിളിച്ചാൽ വരും, വിളിച്ചില്ലേ വരത്തുമില്ല. ഇത്രയും നാൾ വിളിച്ചില്ലേ. ലാലു സാറൊക്കെയാണ് എന്നെ എത്ര അറിയാവുന്ന ആളാണ്. ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അപ്പോൾ അനിയെ പരിചയപ്പെടേണ്ടി വന്നു ഒരു മരണത്തിന് വെച്ച്. അന്ന് സാറ് പോലും കണ്ടതന്നെ. അതുകൊണ്ട് എവിടെ വരേണ്ടത് സാറിന് തോന്നുന്നുണ്ടോ കഷ്ടകാലത്തിനാണ് വിളിച്ചതെന്ന്? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സമ്പത്തിൻ്റെ അതിപ്രസരം ഭയങ്കരമാണ്. ഈ അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങളിൽ പലതിൽ കൂട്ടത്തിൽ ഒരെണ്ണമുണ്ട്. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും ആണോ? ഇവിടെ കരവന്നൂർ ബാങ്കും പിന്നെ ഉണ്ടല്ലോ. എല്ലാം ബാങ്കിൻ്റെ പേര് പറയണോ? വേണ്ട, പൊട്ടിയെന്ന്. കോപ്പറേറ്റീവ് ബാങ്ക് പൊട്ടിയെന്ന്. ആര് കൈയിട്ട് വാരിയോ ആരും ഉത്തരവാദികളല്ല. പാവപ്പിടിച്ചവൻ്റെ കാശ് പോയി. അവരും കുറെ കൊണ്ടുപോയി. പോപ്പുലർകാരും കുറെ കൊണ്ടുപോയി. പലരും കൊണ്ടുപോയി നെഞ്ചത്തടിക്കുക. ഇൻ്റഗ്രേറ്റഡ് എന്നും പറഞ്ഞൊരു കമ്പനി ഉണ്ടായിരുന്നു. അതിനകത്ത് 10 ലക്ഷം ഇട്ട ഒരു അച്ചായൻ്റെ നെഞ്ചത്തടി ഞാൻ കണ്ടതാന്നേ. എൻ്റെ മോനെ എല്ലാം പോയടാ. ആണ്ടുവരിപ്പിന് എന്നാൽ 100 രൂപ കഷ്ടിച്ചാൽ ഞങ്ങൾക്ക് കൊടുക്കുന്നത്. കഷ്ടം പിടിച്ച് ഞാൻ പിടിച്ചു വാങ്ങിക്കും. ഞാൻ ആണ്ടുവരിപ്പിടായിരുന്നു കൂടുതൽ സമയം. ഞാൻ പിടിച്ചു വാങ്ങിക്കും. ഇവരുടെയൊക്കെ സമ്പത്ത് കഴിഞ്ഞു 2 ഷീറ്റിൻ്റെ കാശ് താച്ചാന്ന് പറയും. അങ്ങനെയൊക്കെ പറഞ്ഞ് വാങ്ങിച്ചിട്ടുണ്ട് സുവിശേഷ സംഘത്തിന് വേണ്ടി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സമ്പത്ത്
അത് വലിയൊരു പവറാണ്. അടുത്തൊരു പവറുണ്ട്, അതാണ് ഇന്ന് നമ്മളെല്ലാം തകർക്കുന്ന പവർ. ലോകം മുഴുവനും ഇളകുന്ന ഒരു പവറാണ് റിലീജിയസ് പവർ. മതശക്തി, ധാർമ്മിക ശക്തി എന്ന് പറയുന്നില്ല, മതശക്തി, മതസംഘടനകളുടെ ശക്തി. അത് ഗ്ലോബലി ഒരു വലിയ വ്യാധി പോലെ പിടിച്ചിരിക്കുക. കർത്താവിൻ്റെ മടങ്ങിവരവിൻ്റെ സമയത്ത് ഈ ദേശം മുഴുവനെയും ലോകത്തെ മുഴുവനെയും ഇളക്കുന്നതിൻ്റെ കൂട്ടത്തിൽ, ജാതികളെയും രാജ്യങ്ങളെയും എല്ലാം കൂടി ഇളക്കുമെന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഇത് ഉൾപ്പെടുത്താം. അത് ലോകത്തെല്ലായിടത്തുമുണ്ട്. മതത്തിൻ്റെ പേരിൽ മനുഷ്യനെ തല്ലിക്കൊല്ലുക, മതത്തിൻ്റെ പേരിൽ മനുഷ്യനെ പീഡിപ്പിക്കുക, അത് ഭയങ്കര ശക്തിയാണ്. ഈ കൊച്ചു കേരളത്തിലും അധികം താമസിക്കാതെ ഈ മതത്തിൻ്റെ ശക്തി എന്തെന്ന് അറിയാൻ പോവുകയാണ്. കാരണം എന്നാണെന്നറിയാമോ? ഇപ്പോൾ ജനിച്ച് വീഴുന്ന കുഞ്ഞുങ്ങളുടെ ഇന്നത്തെ കണക്കനുസരിച്ച് 46% കുഞ്ഞുങ്ങൾ ഒരു മതവിഭാഗം, അവർ മതമല്ല, അവർ രാഷ്ട്രീയ സംഘടനയാണ്, ഞാൻ പേര് പറയുന്നില്ല, ഒരു കൂട്ടരുടെയാണ്. അടുത്ത 20 വർഷത്തിനുള്ളിൽ, ഞാൻ പറഞ്ഞ ആരെക്കുറിച്ചാണ് നിങ്ങൾക്കറിയാം, അവരിപ്പോഴേ സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. 20 വർഷത്തിനുള്ളിൽ ഭരണം അവരുടെ കയ്യിൽ വരും. കാരണം ഈ 46% വോട്ടിംഗ് റൈറ്റ് കിട്ടുമ്പോൾ അവരാരും മാറി വോട്ട് ചെയ്യത്തില്ല. മാർത്തോമാക്കാരനും യാക്കോബക്കാരനും മാറി വോട്ട് ചെയ്യും, പക്ഷേ അവൻ വോട്ട് ചെയ്യത്തില്ല. അവൻ്റെ ആ മതത്തിന് മാത്രമേ വോട്ട് ചെയ്യത്തുള്ളൂ. അത് വരും, സിറിയയുടെ ചൂട് പിടിച്ചത് വരും. യേശുക്രിസ്തു ലോകത്തിൽ വന്ന് തൻ്റെ പ്രിയപ്പെട്ടവരെ ചേർക്കുന്നതിന് മുൻപേ അത് പ്രത്യക്ഷപ്പെടുവാൻ ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. അത് സംഭവിക്കുക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവർ. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നാം കാണുന്ന ശക്തി കേന്ദ്രങ്ങളാണ്. എന്നാൽ ഈ ശക്തിക്കെല്ലാം പഴുതുണ്ട്. ആ പഴുതുകളുള്ള ശക്തികളുടെ നടുവിൽ ജീവിക്കുന്ന നമുക്ക് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയാൻ കഴിയണം, ഞങ്ങൾ ഈ കേട്ട ശക്തികളൊക്കെ ശക്തികളാണ്, പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ ശക്തി ഇവയുടെ മുൻപിൽ നിഷ്പ്രഭമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശക്തിയുടെ മുൻപിൽ എൻ്റെ ദൈവം മാത്രം ജയിക്കും, ബാക്കി ശക്തിയൊക്കെ നിഷ്പ്രഭമാണെന്ന് അത് പറയാൻ, അത് കണ്ടെത്തിയവനാണ് ഞാൻ, അത് കണ്ടെത്തിയവളാണ് ഞാൻ എന്ന് പറയാൻ കഴിയണം. എല്ലാവരും നോട്ടെ. എന്നിട്ട് അവർ പാടുന്നത് എന്നാന്നറിയാമോ? നമ്മുടെ ബലമായ ദൈവത്തിന് ഘോഷിപ്പീൻ. അടുത്ത തന്നെ ഫസ്റ്റ് ലൈൻ എക്സ്പ്ലനേഷനാണ്. സെക്കൻഡ് ലൈൻ ഇത് താഴോട്ട് നിങ്ങൾ വായിച്ചാൽ ഇങ്ങനെ ആദ്യത്തെ വരിയും പിന്നെ എക്സ്പ്ലനേഷനും ഒക്കെ ആയിട്ട് പഠിക്കാം. നല്ല രസമാണ് ഇത് പഠിക്കാൻ. സങ്കീർത്തനമൊക്കെ പഠിക്കാൻ നല്ല രസമാണ്. ഞാൻ ചില കൊച്ചു മീറ്റിങ്സിനൊക്കെ സങ്കീർത്തനമാണ് പ്രസംഗിക്കുന്നത്. ഇപ്പോൾ ആദ്യത്തെ ലൈൻ്റെ എക്സ്പ്ലനേഷനാണ് സെക്കൻഡ് ലൈൻ. ഇത് ഈ ബലം ചരിത്രത്തിൽ ഒരാളുടെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. ആ വെളിപ്പെടുത്തിയത് അവർ അനുകരിക്കുകയാണ്, അവർ അനുസ്മരിക്കുകയാണ്, അവർ ഓർക്കുകയാണ്. എന്താണ്? ആരുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്? യാക്കോബിൻ്റെ ദൈവം. അബ്രാഹാമിൻ്റെ എന്ന് പറയാൻ, അബ്രാഹാമിൻ്റെ പറയാൻ, യാക്കോബിനെക്കാട്ടിൽ അവർക്ക് അറ്റാച്ച്മെൻ്റ് ഉള്ള ആരോടാ? മോശയുടെ എന്താ പറയാൻ? പറയാൻ പറ്റത്തില്ല. കാരണം സാധാരണക്കാരിൽ സാധാരണക്കാരനായി ലോകത്തിൽ ജനിച്ച് ജീവിച്ചതായിരിക്കുന്ന ഒരു മനുഷ്യനെ നേരിട്ടിടപെട്ട് രൂപാന്തരപ്പെടുത്തി ഒരു ജനതയുടെ റിസോഴ്സാക്കി മാറ്റിയ ഒരു ദൈവം ചരിത്രത്തിൽ ജീവിക്കുന്നു. അവനാണ് ആർപ്പിടാൻ യോഗ്യൻ. അവനാണ് ആർപ്പിടാൻ യോഗ്യൻ. അവന് മാത്രമാണ് സ്തുതിക്ക് യോഗ്യൻ. അതുകൊണ്ട് അവൻ ആർപ്പിടുവീൻ. നമുക്ക് ആർപ്പിടണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ജയിച്ചു കയറി വരണം, അല്ലേ? നമ്മുടെ MLA ജയിച്ചാൽ അറിയത്തില്ല. കുഞ്ഞുകുട്ടി ആപാല വൃദ്ധം കുഞ്ഞുവൻ്റെ അങ്ങനെ അന്ന് ആർപ്പിളിച്ചാന്നോ പോയെ? ഇതിൻ്റെ തൊണ്ട അല്ല, അമ്മയുടെ മരണത്തോട് ബന്ധപ്പെട്ട് വെറ്റപ്പാടിന് പോയതാണ്. എന്തൊരു ബഹളമായിരിക്കില്ലേ? പള്ളിയിലൊരു സ്തോത്രം പറയാൻ പറയത്തില്ല, ഹല്ലേലൂയ പറയാൻ പറയത്തില്ല. എന്താ ആർപ്പിടാൻ? ഈ നട്ടുച്ചയ്ക്ക് നിന്ന് ആർപ്പിടും. ആ ആവേശം ഉണ്ടല്ലോ ഇവർക്കുണ്ട്. ആർക്ക്? ഇസ്രായേൽ ജനത്തിനുണ്ട്. അവർ പറയുകയാണ് യാക്കോബിൻ്റെ ദൈവത്തിന്. അന്ന് ആർപ്പിടുവീന് അവരത് പറഞ്ഞ ആ യാക്കോബിൻ്റെ ദൈവം, അതായത് ദൈവത്തെ യാക്കോബിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ആർപ്പിടാൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ആ ദൈവത്തിന് ആർപ്പിടാനായിട്ട് പറയാൻ കാരണം? അല്ലെങ്കിൽ സെക്കൻഡ് ലൈൻ എക്സ്പ്ലനേഷൻ കൊടുത്തപ്പോൾ ഈ ബലം ചരിത്രത്തിൽ ഒരു വ്യക്തിയിൽ ദൈവം വെളിപ്പെടുത്തി. ആ ദൈവമാണ് എൻ്റെ ദൈവമെന്ന് തിരിച്ചറിയുമ്പോൾ നമ്മളും പറയും യാക്കോബിൻ്റെ ദൈവത്തിന്.
ആർപ്പിടത്തക്കവണ്ണം ഈ ദൈവത്തിൻ്റെ ക്വാളിറ്റി എന്താണ്? 4-5 കാര്യങ്ങൾ പറയണമെന്നാണ് എൻ്റെ മനസ്സിലുള്ളത്. മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ മുൻപിലുള്ള സൂചി. അത് കണ്ടുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞുകൊള്ളാം. ഒന്നാമത് യാക്കോബിൻ്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. ഒന്ന്, ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. എന്നാൽ യാക്കോബ് ബേർഷേബയിൽ നിന്ന് പുറപ്പെട്ടു ഹാരാനിലേക്ക് പോയി. അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ പാർത്തു. അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലയണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. അവൻ ഒരു സ്വപ്നം കണ്ടു. ഇതാ, ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി, അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. അതിന്മീതെ യഹോവ നിന്ന് അരുളി ചെയ്തത്. മതി. ചരിത്രം നമുക്കെല്ലാം അറിയാം. അമ്മയുടെ നിർദ്ദേശപ്രകാരം അമ്മാവൻ്റെ വീടിനെ ലക്ഷ്യമാക്കി തത്രപ്പാടോടും ബദ്ധപ്പാടോടും കൂടെ വടിയോടുകൂടെ യാത്ര ചെയ്യുന്ന യാക്കോബിന് അനുഭവപ്പെട്ടതായിരിക്കുന്ന ഒരനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു. യാത്ര ആരംഭിച്ചപ്പോൾ സൂര്യൻ മൂർധന്യത്തിലായിരുന്നു. പക്ഷേ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു. അവിടെ ഒരു ധ്വനിയുണ്ട്. എന്താണ് ധ്വനി? ദൈവപൈതലേ, ഒരു കാര്യം നീ അറിഞ്ഞോണം. നിൻ്റെ ജീവിതത്തിൽ ഇന്ന് കാണുന്നത് പോലെയുള്ള അനുഭവമായിരിക്കത്തില്ല നാളെ. സൂര്യൻ അസ്തമിക്കുന്ന ഒരു സമയമുണ്ട്. ആരോഗ്യത്തിന്മേൽ സൂര്യൻ അസ്തമിക്കും, ഓർമ്മയിന്മേൽ സൂര്യൻ അസ്തമിക്കും, സമ്പത്തിന്മേൽ സൂര്യൻ അസ്തമിക്കും. സൂര്യൻ അസ്തമിക്കുന്ന ഒരു സമയമുണ്ട്. സൂര്യൻ അസ്തമിക്കുന്ന സമയത്തും നഷ്ടപ്പെടാതെ പിൻപറ്റുന്നൊരു ദൈവമുണ്ട്. അന്ധകാരം വ്യാപരിക്കുമ്പോഴും പിൻപറ്റുന്നൊരു ദൈവമുണ്ട്. ഞാൻ പറയാൻ പോകുന്ന അതല്ല, അതോട് ബന്ധപ്പെട്ട ഒന്നാണ്. അവിടെ കിടന്നു. ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്ന് തലയണയായിട്ട് വെച്ച് കിടന്ന് ഉറങ്ങിയപ്പോൾ അവനൊരു സ്വപ്നം കണ്ടതെന്താണ്? സ്വർഗത്തോളം എത്തുന്നൊരു, അപ്പം സ്വർഗത്തിൻ്റെ നീളം എന്തുമാത്രമുണ്ട്, ഉയരം എന്തുമാത്രമുണ്ട്, ഒരു കോണിക്ക് ചെല്ലാവുന്ന, അങ്ങനെയാണ്. അതൊരു ദർശനമാണല്ലേ. നീ ഏത് സ്ഥലത്തായിരുന്നാലും ഏത് അവസ്ഥയിലായിരുന്നാലും സ്വർഗവുമായിരിക്കുന്ന ബന്ധം എവിടെയും നിനക്ക് പ്രാപിക്കാനായിട്ട് സാധിക്കും, എവിടെയും ഉണ്ടാകുവാൻ സാധ്യമായിത്തീരും. വനാന്തരത്തിലാണ്, ഏകാന്തതയിലാണ്, ആരോരുമില്ല, എന്തും സംഭവിക്കാം. ജ്യേഷ്ഠൻ എന്നെ പിൻപറ്റുമോ? പേടിയാണ്. അപ്പൻ്റെ ശാപം എന്നെ പിൻപറ്റുമോ? പേടിയാണ്. ഒന്ന് കയറിക്കിടക്കാൻ ഇടമില്ല, ആരോരും സഹായിക്കാനില്ല, ഉറ്റവരും ഉടയവരുമെല്ലാം മാറി അകലെന്ന് ഞാൻ ഏകനായി ഒരെത്തും പിടിയില്ലാത്ത സ്ഥലത്ത് വനത്തിൽ കിടക്കുമ്പോൾ ഞാൻ കിടന്നയിടത്ത് എന്നെ അന്വേഷിച്ചു വന്ന ഒരു ദൈവം, എന്നെ തേടി വന്ന ദൈവം. അതാണ് യാക്കോബിന്റെ ദൈവത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത. മനുഷ്യനായിരിക്കുന്ന ഇടത്ത്, മനുഷ്യൻ തളർന്നു കിടക്കുമ്പോൾ, വേദനപ്പെടുമ്പോൾ, ഏകാന്തതയിൽ അവൻ ആയിരിക്കുന്ന ഇടത്ത് അവനെ തേടി ചെല്ലുന്നൊരു ദൈവമാണ്. ദൈവത്തെ തേടുകയല്ല, ദൈവം മനുഷ്യനെ തേടുകയാണ്. മറ്റ് റിലിജനിൽ നിന്ന് ക്രിസ്തീയ റിലിജനുള്ള പ്രത്യേകത അതാണ്. ദൈവത്തെ തേടുന്ന റിലിജനാണ് മറ്റു പലതും. എന്നാൽ നമ്മുടെ റിലിജൻ എന്ന് പറഞ്ഞുകൂടാ, നമ്മുടെ ഈ വേദപുസ്തകം പഠിപ്പിക്കുന്ന ദൈവം മനുഷ്യനെ തേടി വരുന്ന ദൈവമാണ്. ആരാണ്? ഉയരത്തിൽ വസിക്കുന്ന ദൈവം. എവിടെയാണ് ഇദ്ദേഹം കിടക്കുന്നത്? വനാന്തരത്തിലാണ്. എന്തും സംഭവിക്കാം. സൈക്കോസൊമാറ്റിക് ടെൻഷൻ അദ്ദേഹത്തിനുണ്ട്. തളർന്നു കിടന്ന് ഉറങ്ങിപ്പോയ അതുകൊണ്ടാണ്. കല്ല് തലയിനായിട്ട് വെച്ചപ്പോൾ അവിടെ കിടന്നുറങ്ങിപ്പോയതാണ്. അവിടെയാണ് അവന് ദർശനം കണ്ടത്. ദർശനം കാണിച്ചു കൊടുത്തതിന് അർത്ഥം എന്നറിയാമോ? നീ എവിടെ പോയാലും എന്തായിരുന്നാലും സ്വർഗവുമായിരിക്കുന്ന ബന്ധത്തിൽ നിന്ന് നിനക്ക് അകന്നു പോകാൻ ഒരിക്കലും സാധ്യമല്ല. നിനക്ക് എന്നെ വേണ്ടെന്ന് പറഞ്ഞാലും ഞാൻ നിന്നെ വിടത്തില്ല. അന്വേഷിച്ചു വരുന്ന ദൈവം. അതുകൊണ്ടാണ് നമ്മൾ അറിയാതെ പാടുന്നത്, തേടിയതല്ല ഞാൻ നിന്നെ ക്രൂശിൻ സ്നേഹം. മതി ഓർത്താ മതി. കാരണം പാടിയ സമയം പോകത്തില്ലേ? പാടിയ സമയം പോകും. പാടണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് പാട്ട് ഇഷ്ടവുമാണ്, പക്ഷെ പാടുന്നില്ല. എന്നെ തേടി വന്നതായിരിക്കുന്ന സ്നേഹം. യാക്കോബിൻ്റെ ദൈവത്തിന് ആർപ്പിടിവനെന്ന് പറയുമ്പോൾ സമൃദ്ധിയുടെ മടിത്തട്ടിൽ ഉമ്മ വെച്ചുറങ്ങുന്ന ഒരു സമൂഹം നിന്നുകൊണ്ട് പറയുകയാണ്, യാക്കോബിൻ്റെ ദൈവം ഞങ്ങളുടെ ഏകാന്തതയിൽ ആരോരുമില്ലാത്ത ഇടത്ത്. അവരുടെ ജീവിതത്തിൻ്റെ ഇന്നലകൾ 1948 മെയ് മാസം 14 വരെ
ഒരു വർഗമായി ഈ ഭൂമിയിൽ പിറന്നു വീഴാൻ ഒരു സാധ്യതയുമില്ലെന്ന് ലോകത്തിലെ എല്ലാ ശക്തികളും ഒരുപോലെ പറഞ്ഞതാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തത്തിൻ്റെ നിവൃത്തി എന്നവണ്ണം അവരെ വടക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും കിഴക്ക് നിന്നും ശേഖരിച്ച് സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുവരും. ചിതറിച്ചവനവരെ കൂട്ടിച്ചേർക്കുമെന്നുള്ള വാഗ്ദത്തം നിവൃത്തിയായി അവർ മടങ്ങി വന്നു. പോയ സ്ഥലങ്ങളിലൊക്കെ അവരനുഭവിച്ച വേദനയുടെ അനുഭവങ്ങൾ അവർ അയവർക്കുകയാണ്. അയവർക്കിക്കൊണ്ട് ആനന്ദത്തോടാണ് അവരിന്ന് പാടുന്നത്. ഞാൻ ആ സ്ഥലത്ത് പോയിട്ടില്ല കേട്ടോ. ഞാൻ അവിടെ പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പോയിട്ടില്ല. പോയിട്ട് വന്നവരൊക്കെ പറയുന്നുണ്ടെന്നറിയാം, പോയി കാണേണ്ടതാണെന്ന്. സമൃദ്ധിയുടേതായിരിക്കുന്ന അനുഭവമാണ്, സമൃദ്ധിയുടെ അനുഭവം. ഒരു മുന്തിരിക്കൊലയൊക്കെ ഒരാൾ എടുക്കത്തില്ലെന്നാണ് പറയുന്നത്, അതുപോലെ സമൃദ്ധിയാണ്. ഏതാ? മരുഭൂമിയാണ്. 1948 അവർക്ക് കിട്ടിയതായിരിക്കുന്നത് വെറും മരുഭൂമിയാണ്, ചെമ്പ് പോലുള്ള സ്ഥലമാണ്. അതൊക്കെ ഇശാപ്രവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതയൊക്കെ. അതെടുക്കാൻ പോയാൽ എൻ്റെ വിഷയത്തോട് ഒട്ടും നീതി പുലർത്താൻ പറ്റത്തില്ല. ആ റെഫറൻസ് ഒന്നും എടുക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ കിടന്നിടം ഇപ്പോൾ സമൃദ്ധിയായിട്ട് ദൈവം അനുഗ്രഹിച്ചു. സ്തോത്രം. അവരുടെ ജീവിതത്തിൻ്റെ വേദനയുടെ നടുവത്തിൽ അവരെ കൈവിടാതെ കണ്ട് പിൻപറ്റിയതായിരിക്കുന്ന ഒരു ദൈവം. പ്രിയപ്പെട്ട പെങ്ങളെ, സഹോദര, ജീവിതത്തിൽ നിനക്കാര്യമില്ലെന്ന് വിചാരിച്ച ഈ ഏറ്റവും വലിയ പ്രയാസമുള്ള അനുഭവം എന്നാണെന്നറിയാമോ? നമ്മുടെ മനസ്സിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടെന്ന്, ഐ ആം നോ ബഡി, ഐ ഹാവ് നോ ബഡി. ഐ ഹാവ് നോ ബഡി, ഐ ആം നോ ബഡി. ഞാൻ ആരുമല്ല, എനിക്കാരുമില്ല. ഈ തോന്നൽ എപ്പോഴെങ്കിലും ഉണ്ടാകുമോ അതപ്പതനാണ്. അവിടെ അങ്ങനെ ആർക്കെങ്കിലും എപ്പോഴെങ്കിലും തോന്നുമ്പോൾ, ലാളിച്ചു വളർത്തിയ മക്കൾ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള സ്നേഹം തരാതെ വരുമ്പോൾ, ഭാര്യയുടെ സ്നേഹം കുറഞ്ഞു പോകുമ്പോൾ, സഹോദരങ്ങൾ തിരിഞ്ഞു നോക്കാതിരിക്കുമ്പോൾ വിളിച്ചു പറയുക, പേടിക്കണ്ട, ഞാൻ നിനക്കുണ്ട്. സ്തോത്രം. യാക്കോബിൻ്റെ ദൈവത്തിന് ആർപ്പിടുവീൻ, ഏകാന്തതയിൽ കൂടെ ഇരിക്കുന്നു. ഞാൻ 52 വർഷമായി കർത്താവിൻ്റെ വേല ഇറങ്ങിയിട്ട്. രക്ഷിക്കപ്പെട്ടതല്ല, രക്ഷിക്കപ്പെട്ടിട്ട് 60 വർഷമായി. 52 വർഷമായി സുവിശേഷ വേലയ്ക്ക്. എനിക്കൊക്കെ അറിയാം. KP യോഹന്നാൻ മെത്രാപ്പോലീത്ത തിരുമേനി എൻ്റെ അങ്കിളാണ്. അപ്പോൾ അദ്ദേഹം പോയി കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ വേലയ്ക്കായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. അദ്ദേഹം എന്നെ കൊണ്ടുപോയത് ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന് പറഞ്ഞ സംഘടന. പോട്ടെ, ആ വിവരങ്ങൾ പറയാനായിട്ടല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. അന്ന് മുതൽ ഞാൻ അനുഭവിക്കുന്നു ഈ പ്രിയൻ്റെ സഹിത്വം. സ്തോത്രം. ഇതുപോലൊരുത്തനില്ല വേറെ. എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷേ ഞാൻ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാതെ ഇതിനകത്തെ കീ പോയിൻറ്റ്സ് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. യാക്കോബിൻ്റെ ദൈവത്തിന് ആർപ്പിടത്തൊക്കെ കൊണ്ടുള്ള ആട്രിബ്യൂഷൻസാണ് പറയുന്നത്, അതിനുള്ള വിശേഷണങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഏകാന്തതയിൽ എന്നെ തേടി വരുന്ന വേറെ ആരുമില്ല കേട്ടോ. ഐസൊലേറ്റഡ് സെല്ലിൽ മരണത്തെ കാത്തുകൊണ്ട് കിടക്കുമ്പോൾ ഈ രോഗം പകരുന്നതാണ്. അതുകൊണ്ട് ആരും അരികത്ത് വരുത്തില്ല. ജന്മം നൽകിയ മക്കൾ അരികത്ത് വരില്ല. സ്വന്തം ഭാര്യ അരികത്ത് വരില്ല. മാസ്കും ഗ്ലൗസും ധരിച്ച് ഡ്യൂട്ടിയോടുള്ള വിശ്വസ്തത പുലർത്താൻ വല്ലപ്പോഴും ഡ്യൂസ് തരുന്നതിന് വേണ്ടി വരുന്നതായിരിക്കുന്ന നഴ്സുമാർ. അങ്ങനെ ഐസൊലേറ്റഡ് സെല്ലിൽ മരണത്തെ കാത്തുകിടക്കുമ്പോൾ സ്വന്തവും ബന്ധവും എല്ലാം അകന്ന് ഇതിൻ്റെ പുറത്തെ കണ്ണാടിയിൽ കൂടെ നോക്കി ഗദ്ഗതപ്പെടുമ്പോൾ, ഇടറുമ്പോൾ, അടച്ചിട്ടിരിക്കുന്ന മുറിക്കകത്ത് നിൻ്റെ അരികത്ത് വന്ന് അമ്മ വിളിക്കുന്ന പേര് ചൊല്ലി വിളിച്ച് മകനെ മകളെ എന്ന് ആശ്വസിപ്പിക്കാൻ കഴിയുന്ന ആർദ്രതയുടെ ശബ്ദം ഈ പ്രിയന് മാത്രമേ ഉള്ളൂ. അവൻ യാക്കോബിൻ്റെ ദൈവം. ഞാൻ ഈ ദൈവത്തെ കണ്ടെത്തി എന്ന് പറയാൻ എനിക്കും നിങ്ങൾക്കും കഴിയട്ടെ. കൂട്ടായ്മ പ്രിയപ്പെട്ടവരെ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തെ ചിന്ത ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യമാണ്. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യമാണ്. തൻ്റെ ഭാര്യമാരോട് യാക്കോബ് പറയുന്ന വാക്കുകളാണ്. അങ്ങനെ അവർ തങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെയൊക്കെയും കാതുകളിലെ കുണക്കുകളും യാക്കോബിന്റെ പക്കൽ കൊടുത്തു. യാക്കോബ് അവയെ ശേഖേമിനരികെയുള്ള മൂന്നും കൂടെ ചേർത്ത് വായിച്ചാട്ട്. നാം പുറപ്പെട്ട് ബഥേലിലേക്ക് പോകാം. അതാണ് വാക്യം. എന്റെ കഷ്ടകാലത്ത് എന്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോട് കൂടെ ഇരിക്കുകയും ചെയ്ത ദൈവം. ഈ ദൈവം അല്ലെങ്കിൽ എൻ്റെ ദൈവം, യാക്കോബിന്റെ ദൈവം ആരാണെന്ന് തൻ്റെ സ്വാനുഭവം തൻ്റെ ഭാര്യമാരോട് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുന്ന ഭാഗമാണിത്.
34-ാമത്തെ അധ്യായത്തിൽ ശേഖേമിൻ്റെ തിക്തമായ അനുഭവങ്ങൾ മനസ്സിലുണ്ട്. അവിടെ വെച്ച് ദൈവം അരുളപ്പാട് കൊടുത്തു, നീ പോ, ബഥേലിലേക്ക് പോ, യു ആർ അവേ ഫ്രം ബഥേലിലേക്ക് പോ. അപ്പോൾ യാക്കോബ് തൻ്റെ ഭാര്യമാരോട് പറയുകയാണ്, ഐ ആം അവേ ഫ്രം ബഥേൽ, സോ ലെറ്റ്സ് ഗോ ബാക്ക് ടു ബഥേൽ എന്ന് പറഞ്ഞിട്ട് അവരെ ഓർമ്മപ്പെടുത്തുന്ന സ്വാനുഭവമാണ്, സ്വന്തം അനുഭവമാണ്. എൻ്റെ കഷ്ടകാലത്ത് എൻ്റെ പ്രാർത്ഥന കേട്ട ദൈവം. സ്തോത്രം, ഒന്നുകൂടെ സ്തോത്രം പറ. എൻ്റെ കഷ്ടകാലത്ത് പ്രാർത്ഥന കേട്ട ദൈവം. സൗദി അറേബ്യയിൽ പോയ രാജുവിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടത് കൊണ്ടാണ് നിന്നി ഈ വിധത്തിൽ അനുഗ്രഹിക്കപ്പെട്ടത്. ദൈവത്തിന് സ്തോത്രം. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചതായ ഒത്തിരി മാതാക്കളും പിതാക്കളും ഈ ദേശത്തുണ്ടായിരുന്നു. രാജുവിൻ, നമ്മുടെ കുഞ്ഞുമോൻ്റെ അപ്പൻ കുട്ടപ്പച്ചായനൊക്കെ ഞങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥനയ്ക്ക് പതിവായി വരുന്നയാൾ, രണ്ടുപേരും, അച്ചായനും കൊച്ചമ്മയും വരുമായിരുന്നു. ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് അവർ വരുന്നത്. ഏറ്റവും ആദ്യം വരുന്നതും ഏറ്റവും താമസിച്ച് പോകുന്നവരായിരിക്കും. ഒരു അനുഗ്രഹമാണ്. ഈയിടെ എൻ്റെ ഭാര്യ പറഞ്ഞു, ഒരു അനുഗ്രഹമാണ് അവർ വരുന്നേച്ച് പോകുന്നത്. രണ്ടുപേരും കൂടെ വരുന്നത്. ഭയങ്കര സന്തോഷം. ഞാൻ ചില കൂട്ടായ്മയിലൊക്കെ എൻ്റെ അടുത്തുള്ള ചില ഭവനങ്ങളിലൊക്കെ അവരെ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ആ കണ്ണുനീരാണ് ഇവനിങ്ങനെ രൂപാന്തരപ്പെട്ട് വരാനായിട്ട് കാരണമായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടോ? യെസ്. പ്രാർത്ഥന കേൾക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ കേൾക്കുന്ന ദൈവം എന്ന് പറയുന്നതിലൂടെ ഒരു ധ്വനിയുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്താൽ അമ്മയും പോവും. ഹീസ് എ ലിവിങ് ഗാഡ്. ജീവിക്കുന്ന ദൈവമാണ് എൻ്റെ ദൈവം. അവൻ കേൾക്കുന്നവനാണ്. ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സൗണ്ട് അവന് കേൾക്കാം. ഹീസ് എ ലിവിങ് ഗാഡ് ആൻഡ് ലവിങ് ഗാഡ്. ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പമാണ്. അവൻ ജീവിക്കുന്ന ദൈവമാണ്, ജീവനുള്ള ദൈവമാണ്. ഈസ് ഈഗർലി വാച്ചിങ് മീ. എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ചെയ്തികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ആറ്റിറ്റ്യൂഡ്സ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, എവിടെ പോകുന്നുള്ളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ബിഹേവിയർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എൻ്റെ അമ്മച്ചിയുടെ ഉദരത്തിൽ 6 മാസം പ്രായമുള്ളപ്പോൾ ഞാൻ മരിച്ച കുട്ടിയാണെന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതി. ഞങ്ങളുടെ അടുത്ത് ഒരാശുപത്രി ഉണ്ടായിരുന്നു. അന്ന് കുഞ്ഞുവന് ഭാഗത്തിരുന്നതാണ്. എടത്തുവയൽ ആനപ്പുറമ്പാൽ തലവടിയിൽ എനിക്കറിയാം മദാമ്മയുടെ ആശുപത്രി. എനിക്ക് ഓർമ്മയുണ്ടോ? മദാമ്മയുടെ ആശുപത്രി എന്ന് പറഞ്ഞ ആശുപത്രി ഉണ്ടായിരുന്നു. ചെറിയൊരു ഹോസ്പിറ്റലാണ്. നിറണത്തുനിന്ന് വള്ളത്തേലാണ് എൻ്റെ അമ്മയെ അവിടെ കൊണ്ടുവന്നത്. അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞ് അവിടെ അഡ്മിറ്റ് ചെയ്തു. അച്ചായൻ ഭയങ്കര പ്രാർത്ഥനയും ഒക്കെയുള്ള ആളാണ്. ഒത്തിരി ലേറ്റായിട്ടാണ് കല്യാണം കഴിച്ചത്. ബാംഗ്ലൂർ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോയിട്ട് ലേറ്റായിട്ട് കല്യാണം കഴിച്ചതാണ്. അപ്പോൾ അമ്മച്ചിയെ കൊണ്ട് അവിടെ വന്നു, അഡ്മിറ്റ് ചെയ്തു. ചെക്കപ്പ് ചെയ്തപ്പോൾ ഉള്ളത്തിലെ ശിശു മരിച്ചിരിക്കുന്നു. കൺഫേം ചെയ്തു, ഫീറ്റസ് ഷുഡ് ബി റിമൂവ്ഡ്. ഈ ഉള്ളിലെ ഭ്രൂണത്തെ ഓപ്പറേഷൻ ചെയ്ത് സർജറി ചെയ്ത് നീക്കണം, ഇല്ലെങ്കിൽ അമ്മയെ കിട്ടത്തില്ല. എൻ്റെ ഫാദറിനെ വിളിച്ചിട്ടെന്നാൽ അവിടുത്തെ നേഴ്സാണ് ഈ മദാമ്മയെന്ന് പറയും. മാതാമ്മ വിളിച്ച് പറഞ്ഞു, ജോർജ്, കുഞ്ഞ് മരിച്ചിട്ടുണ്ട്, കുഞ്ഞിനെ തിരികെ കിട്ടത്തില്ല. ചിന്നമ്മയിൽ, എൻ്റെ അമ്മച്ചിയുടെ പേര് ചിന്നമ്മയെന്ന്, ചിന്നമ്മയെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ സർജറി ചെയ്ത് ഈ ശിശുവിനെ എടുത്ത് കളയണം. എൻ്റെ പിതാവ് ഭയങ്കര പ്രാർത്ഥനാ വീരനാണ്, എനിക്കൊക്കെ അറിയാവുന്ന. അദ്ദേഹം പറഞ്ഞു, ഇല്ല, എൻ്റെ ദൈവം മരിച്ചവർക്ക് ജീവൻ കൊടുക്കാൻ കഴിയുന്നവനാണ്. ലാസറിനെ ഉയർപ്പിച്ച കർത്താവിനെ ഞാൻ പ്രസംഗിക്കുന്നേ. ഞങ്ങളുടെ നാട്ടിൽ 40-46 വർഷം ഈ സേവ്യ സംഘമൊക്കെ നടത്തി നിത്യതയിൽ പ്രവേശിച്ച ഒരു പിതാവിൻ്റെ കാര്യമാണ് പറയുന്നത്. ഭയങ്കര വിശ്വാസ ദൃഢതയാണ്. നാളെയാണ് ഓപ്പറേഷൻ, കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുകയാണ്. ആ ചായൻ പറഞ്ഞു, ഇല്ല, എൻ്റെ ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി. അമ്മച്ചി പറയുന്നത്, അന്ന് രാത്രി മുഴുവനും അമ്മയുടെ കട്ടിലിൻ്റെ തലക്കൽ അച്ചാച്ചൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. നേരം വെളുത്തു, അമ്മയെ തിയേറ്ററിലേക്ക് കൊണ്ടുപോകണം. അതിനുവേണ്ടി ഒരു സീനിയർ സിസ്റ്റർ വന്നിട്ട്, ഡ്രസ്സൊക്കെ മാറ്റണമല്ലോ, ഡ്രസ്സ് മാറ്റാൻ സീനിയർ സിസ്റ്റർ വന്നു. സിസ്റ്റർ വന്നിട്ട് ഈ ഡ്രസ്സ് മാറ്റുന്നതിന് മുമ്പേ വയറ്റത്ത് ഞാൻ കൈ വെച്ചപ്പോൾ ചെറിയൊരു മൂവ്മെൻറ്റ്സ് കണ്ടു. മരിച്ചു കിടക്കുന്ന കുട്ടിക്ക് മൂവ്മെൻറ്റ്സ് ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ. സംശയമായി. മദാമ്മയെ വിളിച്ചു. തൊട്ടപ്പുറത്തെയാണ് കരിമ്പറമ്പിലെ ബേച്ചാൻ, ഇപ്പുറത്ത് തോമസ് കുട്ടിച്ചാനുണ്ട്. അങ്ങനെ 3 ആശുപത്രി അടുത്തടുത്താണുള്ളത്. അവരെ വിളിച്ചു, വിവരം പറഞ്ഞു. അവർ വന്ന് പരിശോധിച്ചപ്പോൾ സ്റ്റെത്തിൽ അന്ന് കിട്ടി, ഹാർട്ട് ബീറ്റ്സ് കിട്ടി. സ്റ്റെത്ത് വെച്ച് നോക്കിയപ്പോൾ ഹാർട്ട് ബീറ്റ്സ് ഉണ്ട്. ഇത് മരിച്ചിട്ടില്ല.
അപ്പോൾ മദാമ പറഞ്ഞു മരിച്ചതാണെന്ന് കൺഫേംഡ് ആണ്, മരിച്ച് 2 ദിവസം ആയതാണ്, 4 ദിവസമൊന്നുമല്ല, 2 ദിവസം ആയതാണ്. സ്റ്റെത്തിൽ കിട്ടി, ഹാർട്ട് ബീറ്റ്സ് കിട്ടി. എൻ്റെ ഫാദർ അവിടെ തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിച്ചു. എന്നിട്ട് അമ്മയോട് പറഞ്ഞു, ചിന്നമ്മ വീട്ടിൽ പൊക്കോ, വൈറ്റമിൻ പിൽസ് കൊടുത്ത് വീട്ടിലോട്ട് പറഞ്ഞു വിട്ടു. എന്നെ പ്രസവിച്ചത് വീട്ടിലാണ് എന്നൊക്കെ അങ്ങനെ നടക്കുമല്ലോ, വീട്ടിലാണ്. അമ്മ പറയുന്നത് 5 കിലോ ഉണ്ടായിരുന്നാണ് പറയുന്നത്, എനിക്കറിയത്തില്ല ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന്, എടുത്താൽ പൊങ്ങത്തില്ലായിരുന്നു, അതുപോലാണ്. ഞാൻ പറഞ്ഞു അമ്മച്ചി ഉള്ള വൈറ്റമിൻ ഗുളിയെല്ലാം കൂടെ കഴിച്ചാണ് ഞാൻ അത്രയും വണ്ണമായതാണ്. എനിക്ക് നല്ല വണ്ണമായിരുന്നു, ഇപ്പോഴാണ് വണ്ണം കുറഞ്ഞേ. ദൈവത്തിന് അനിയെക്കാട്ടി വണ്ണമൊക്കെ ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. അതിന് ലോകം മുഴുവൻ എതിർത്താൽ, നിങ്ങൾ ചത്തോങ്കരക്കാർ മുഴുവൻ എതിർത്താലും, പഴവങ്ങാടിക്കര ഇമ്മാനുവേൽ ചർച്ച് ഒരുമിച്ച് എതിർത്താലും, ഏകനെ നിന്നുകൊണ്ട് ഈ മലങ്കരയിൽ ഞാൻ വിളിച്ചു പറയും, ഇല്ല, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു. നേട തെളിവ്. അതുകൊണ്ട് ഈ കർത്താവിനെ സാക്ഷിക്കാൻ ഞാൻ എൻ്റെ ആയുസ് ഇറങ്ങിത്തിരിക്കുമ്പോൾ എനിക്ക് ജോലി ഉണ്ടായിരുന്നു. ഞാൻ എസ്റ്റേറ്റ് സൂപ്പർവൈസറായിരുന്നു. ജോലി കളഞ്ഞിട്ടാണ് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നോർത്ത് ഇന്ത്യയിൽ പോയത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ പ്രിയന് വേണ്ടി നഷ്ടപ്പെടുത്തിയതൊന്നും എൻ്റെ പ്രിയൻ നീ കടക്കാരനായില്ല. അനിരട്ടിയായി എൻ്റെ ജീവിതത്തിൽ, എൻ്റെ മക്കളുടെ ജീവിതത്തിൽ മടക്കി നൽകിക്കൊണ്ടിരിക്കുന്നു. അവൻ വിശ്വസ്തൻ തന്നെയാണ്. സ്തോത്രം. ഒരായുസ്സുര കിട്ടിയ ഈ കർത്താവിനെ ഇങ്ങനെ തന്നെ സേവിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആർപ്പിടാനുള്ള രണ്ടാമത്തെ കാര്യം, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. 3, മൂന്നാമത്തെ വാക്യത്തിൽ തന്നെ ഒരു കാര്യം കൂടിയുണ്ട്. ഞാൻ പോയ വഴിയിൽ എന്നോട് കൂടെ ഇരിക്കുകയും ചെയ്ത. ഇതാരോടാ പറയുന്നേ? ഭാര്യമാരോടാ പറയുന്നേ. ഭാര്യമാരെ കൂടെ ഉണ്ടായിരുന്നോ? ഇല്ല. അമ്മായിയപ്പൻ കൂടെ ഉണ്ടായിരുന്നോ? ഇല്ല. 5-6 ആടുണ്ടായിരുന്നത് അവരെയും കൊടുത്ത് വെളിമ്പ്രദേശത്ത് ആട് കിടക്കുന്നിടത്ത് കിടക്കണം. ആട് കിടക്കുന്നിടത്ത് കിടന്നോണമെന്ന് നിഷ്കർഷിച്ചവനായിരുന്നു അമ്മായിയപ്പൻ. അതാണ് ഈ കഷ്ടകാലത്ത് എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം. എൻ്റെ കഷ്ടകാലത്ത് എൻ്റെ പ്രാർത്ഥനയൊക്കെ. ഭാര്യമാർ 2 ഉണ്ട്. കിടപ്പെവിടാ? ആ പുള്ളിക്കാരന് ഈ അയാളുടെ മുഖത്തോട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു, നീ എന്നോട് മോഷ്ടിക്കപ്പെട്ടതിന് കണക്ക് കൊടുന്നു, അതിന് ഞാൻ ഉത്തരവാദിയായി. മോഷ്ടിക്കാതിരിക്കണേ എവിടെ കിടക്കണം? എന്താ മിണ്ടാണ്ടിരിക്കുന്നത്? ഇതിൽ കൂടുതൽ കഷ്ടം വല്ലതും ലാഭം ചെയ്യാനുണ്ടോ? ഇവിടുത്തെ ലാഭന്മാരൊക്കെ ഇത്രയേ ഉള്ളൂ, ഇവിടുത്തെ അമ്മായിയന്മാരൊക്കെ ഇത്രയേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അതിൻ്റെ നടുവിൽ നീ കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി കൂട്ടങ്ങളെ ഒരുക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ സമൃദ്ധിയിലേക്ക് നയിക്കുന്ന ഒരു ദൈവമുണ്ട്. ബലമായ ദൈവത്തിന് ഘോഷിപ്പീൻ, യാക്കോബിൻ്റെ ദൈവത്തിന് ആർപ്പിടുവീൻ. ആർപ്പിടാനുള്ള 3-ാമത്തെ കാര്യം. ഇതെല്ലാം ഞാൻ ലളിതമായിട്ടാണ് പറയുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ലളിതമായിട്ട് മാത്രം 2 പോയിന്റ് പറയും, അപ്പോൾ സമയമാവും. 2 പേരും കൂടെ പോയിന്റ് പറഞ്ഞ് അവസാനിപ്പിക്കുക. 4-ാമതായിട്ട് ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. യഹോവേ അടിയനോട് കാണിച്ചിരിക്കുന്ന. എന്താ ശബ്ദത്തിനൊരു ചെറിയ മാറ്റം? ഞാൻ പെങ്ങളെ സമയം അധികം എടുക്കത്തില്ല, ഇങ്ങനെ തളർത്തി വായിച്ചാലൊന്നും ഞാൻ നിർത്തത്തുമില്ല. ഉഷിരായിട്ട് വായിക്കേ. വായിച്ചോ. യഹോവേ അടിയനോട് സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. ഒരു വടിയോടുകൂടി മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത്. ഇപ്പോഴോ ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. സ്തോത്രം. ഞാൻ എങ്ങനെ ഇവിടെ ഇറങ്ങിപ്പോയേ എന്ന് പറഞ്ഞ അർത്ഥം എന്നാണ്. വടി എന്തിനാന്ന് എന്നോട് ചോദിക്കരുത്, എനിക്കറിയാൻ വയ്യ. ഏതായാലും ആ പറഞ്ഞ അർത്ഥം എന്നറിയാമോ? ഞാൻ ഒന്നുമില്ലാതെ ഇറങ്ങിപ്പോയി. സ്തോത്രം. നിറകൈകളോടെ ദൈവം എന്നെ മടക്കിക്കൊണ്ടുവന്നു. സ്തോത്രം. അറിയാൻ വയ്യാഞ്ഞിട്ടൊന്നുമല്ല, അറിയാവുന്നവരൊക്കെ ഇവിടെ പലരും ഇരിപ്പുണ്ട്. അബുദാബിയിൽ അവിടെ പോയിട്ട് ഇങ്ങോട്ട് വന്ന് എങ്ങനായിരുന്നു ദൈവത്തിന് സ്തോത്രം. എന്താ അബുദാബിക്കാരെ എനിക്കറിയാൻ തന്നെ വിചാരിച്ചോ? ഇവിടെ ഇരിപ്പുണ്ട്. ഈ പറയുമ്പോൾ ഞാൻ എല്ലാവരുടെയും പേര് പറയണം, അതുകൊണ്ട് എല്ലാവരുടെയും പേര് പറയുന്നത്. സ്തോത്രം. ഒന്നുമില്ലാതെ ഇറങ്ങിപ്പോയി. ഇപ്പോഴോ ആ നന്ദി വല്ലതും ഉണ്ടോ നമുക്ക്? പിന്നെ നമ്മൾ പാടുമ്പോൾ പാട്ട് കേട്ടാച്ചാൽ മതി. ഇത്രത്തോളം ദൈവം എന്നെ. പിന്നെ ഇപ്പം എല്ലാം കൂടെ തയ്ക്കുന്ന ഒരു പാട്ടുണ്ട് നമുക്ക്.
അർഹിക്കാത്ത നന്മകളോ. ഓ, എന്ത് രസമാണെന്നറിയാം. മൂവാണ്ടമാങ്ങ തന്നെ താഴെ വീഴും. ഇവിടെ ഈ നീളം കേട്ട് കഴിഞ്ഞാൽ കൈ അറുത്ത ഉപ്പ് തേക്കാത്ത നസറാണി. ദൈവം നിന്നെ അനുഗ്രഹിച്ച് സമൃദ്ധിയായി. പക്ഷെ നിന്റെ ധനത്തിന്റെ മഹത്വത്തിനൊത്തവണ്ണം, ദൈവം നിന്നെ അനുഗ്രഹിച്ചതിനൊത്തവണ്ണം നിന്റെ ദൈവത്തെ നീ സ്നേഹിച്ചോ? ദൈവത്തെ നീ സ്നേഹിക്കുന്നുണ്ടോ? സാച്ച് യുവർസെൽഫ്. ഒരു ഇൻട്രോസ്പെക്ഷൻ സമയം, ഒരു ആത്മപരിശോധനയുടെ സമയമാണ്. സ്തോത്രം. എന്നെ ഒന്നുമില്ലായ്മയിൽ നിന്ന് അനുഗ്രഹിച്ചു, ഇത്രത്തോളം കൊണ്ടുവന്നു എങ്കിൽ ആ ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്നെ അനുഗ്രഹിച്ച എന്റെ ദൈവത്തിന് വേണ്ടി ഇന്നത് ഞാൻ ചെയ്യും. ഒരു പ്രതിജ്ഞയുടെ രാത്രിയായി തീരട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത പോയിന്റ് പറയണം, അവസാനിക്കും. 48 ഉൽപ്പത്തി പുസ്തകം 48 അധ്യായത്തിൻ്റെ 21 വാക്യം. യോസേഫിനോട് ഇസ്രായേൽ പറഞ്ഞത്, ഇതാ ഞാൻ മരിക്കുന്നു. ദൈവം നിങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങളെ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദേശത്തേക്ക് മടക്കിക്കൊണ്ടുപോകും. വായിക്കേ. ദൈവം നിങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങളെ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദേശത്തേക്ക് മടക്കിക്കൊണ്ടുവരും. ദൈവത്തിന് സ്തോത്രം. ആരാണ് യാക്കോബിന്റെ ദൈവം? ജന്മനാട്ടിലേക്ക് മടക്കിക്കൊണ്ടുപോകുന്നവൻ. ദൈവപൈതൽ ക്രിസ്ത്യാനികൾ എന്തു പറയണം? ഇപ്പോൾ അർത്ഥം മനസ്സിലായിരുന്നേ സ്തോത്രം പറഞ്ഞേനെ. എന്താ വരാത്ത സ്തോത്രം? നമ്മുടെ പൗരത്വമോ രക്ഷിക്കപ്പെട്ട നാളിൽ നമ്മെ ദൈവം എവിടെ ഇരുത്തിയെന്നറിയാം. പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് ലേഖനം എഴുതാൻ പറഞ്ഞിരിക്കുന്നത് എവിടെ ഇരുത്തി? ഉറക്കപ്പറ. അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് നമ്മെ സ്വർഗത്തിൽ ഇരുത്തി രക്ഷയുടെ അനുഭവത്തിൽ പ്രവേശിച്ച ദൈവത്തിന്റെ പൈതൽ. വി ആർ ഓൾറെഡി സീറ്റഡ് ഇൻ ഹെവൻ. ഹെവൻലി എക്സ്പീരിയൻസസ് വി ഹാവ് ഗിവൺ, ഫ്രീലി ഗിവൺ, നമുക്ക് തന്നു. ആ എക്സ്പീരിയൻസിൽ നാം രസിച്ച് മുന്നോട്ട് ജീവിക്കുകയാണ്. അതിൻ്റെ ഫുൾനെസ് നാം പ്രാപിക്കാൻ പോകുന്നത് എപ്പോഴാണെന്നറിയാമോ? അവിടെ നമ്മുടെ കർത്താവായ യേശു രക്ഷിതാവായി മടങ്ങി വരും. ഒരു വാക്യം പറഞ്ഞാൽ സമയം പോയി, സമ്മാനം പോയി. സമ്മാനം ഉണ്ടായിരുന്നു തരാനായിട്ട്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്നാകും. അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം, ആ രക്ഷിതാവായെന്ന് പറയണേ 1 മണിക്കൂർ വേണം. രക്ഷിതാവായി എന്ന് പറയാൻ കാര്യം എന്നാണ്? രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. നമ്മുടെ പൗരത്വം എവിടെ? സ്വർഗത്തിൽ. അവിടുന്ന് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ. ഏത്? കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച് കിട്ടിയ ഒരു സിറ്റിസൺഷിപ്പ് ഉണ്ട് നമുക്ക്. ഡ്യുവൽ സിറ്റിസൺഷിപ്പാണ്. ഒന്ന് ഇവിടുത്തെ സിറ്റിസൺഷിപ്പ്, മറ്റൊന്ന് സ്വർഗത്തിലെ സിറ്റിസൺഷിപ്പ്. ആ സിറ്റിസൺഷിപ്പ് കാൽവറി ക്രൂശിൻ്റെ ചുവട്ടിൽ കൂടെ ലഭിച്ചെന്ന ബോധ്യം നമുക്ക് ലഭിച്ചിരിക്കുന്നതിനാൽ, ഉറപ്പുള്ളതിനാൽ അവിടേക്ക് പോകാനായിട്ട് നാം കാത്തിരിക്കുക. അതുകൊണ്ടാണ് പാടുന്നത്, സ്വർഗനാട്ടിലെ പ്രിയൻ തീർത്തിടും. എന്നാ മിണ്ടാത്ത ആരും? കൂടുവിട്ടൊടുവിൽ ഞാൻ എൻ്റെ അത് മിണ്ടാണ്ടിരിക്കുന്നേ. ആ പാട്ട് കേട്ടിട്ടില്ലേ? ഉണ്ട്. പാട്ടൊന്നും പാടി സമയം കളയണ്ട, വല്ലതും പറഞ്ഞങ്ങ് പൊക്കോളാനാ പറഞ്ഞു നിർത്തും. ദൈവത്തിന് സ്തോത്രം. ജന്മനാട്ടിലേക്ക് മടക്കിക്കൊണ്ടുപോകുന്നവൻ, മടക്കിക്കൊണ്ടുപോകാൻ, മടങ്ങിപ്പോകാൻ കാത്തിരിക്കുന്ന ഒരു കൂട്ടം പ്രിയപ്പെട്ടവരിവിടെ ഉണ്ട്. കാത്തിരിക്കുന്ന തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ പ്രിയനായിരിക്കുന്നവൻ മേഘത്തിൽ പ്രത്യക്ഷപ്പെടും. അവൻ ജന്മദേശത്തേക്ക് മടക്കിക്കൊണ്ടുപോകുന്നവനാണ്. സ്തോത്രം. താമസിക്കാതെ ഞാനും അവിടോട്ട് മടങ്ങിപ്പോകും. മടങ്ങിപ്പോകാൻ കാത്തിരിക്കുന്ന തൻ്റെ വൃതന്മാരെ മടക്കിക്കൊണ്ടുപോകുവാൻ പ്രിയൻ മേഘത്തിൽ പ്രത്യക്ഷപ്പെടും. സ്തോത്രം. നമ്മുടെ ബലമായ ദൈവത്തിന് ഘോഷിപ്പീൻ. യാക്കോബിൻ്റെ ദൈവത്തിന് നമ്മൾ ഇത് ഡിസ്പോസ് ചെയ്യുമ്പോൾ ഒരു സാക്ഷ്യം എന്നോണം നമുക്ക് പറയാൻ കഴിയേണ്ടത് 2 ലൈനും കൂടെ ചേർത്താണ് പറയേണ്ടത്. ആദ്യത്തെ ലൈൻ തന്നെ നമ്മുടെ ബലമായ ദൈവത്തിന് ഘോഷിപ്പീൻ, രണ്ടാമത്തേത് യാക്കോബിൻ്റെ ദൈവത്തിന്. ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്താൽ നമ്മുടെ പ്രൊഫസറോടൊക്കെ ചോദിച്ചാൽ അവർ വേഗം മറുപടി പറയും. പറയണ്ട, നിങ്ങൾ എൻ്റെ ചാൻസ് ഞാൻ കളയുന്നില്ല. രണ്ടും കൂടെ ചേർത്താൽ എന്താണ്? ഒറ്റ സെൻറ്റൻസ്. യാക്കോബിൻ്റെ ദൈവം എൻ്റെ ബലമാകുന്നു. യാക്കോബിൻ്റെ ദൈവം എൻ്റെ ബലമാകുന്നു. അങ്ങനെ ഉറപ്പുള്ള ദൈവമക്കൾ കരങ്ങളും ഉയർത്തിയാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് എന്നൊരു പഴയ പാട്ടിൻ്റെ ചരണം പാടാം. പഴയ പാട്ട്, പഴയത്. പുതിയത് പാടണ്ട. എൻ്റെ ബലമായ കർത്തനൻ ശരണമതാകിയാൽ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, അത് പാടണ്ട.
പിന്നെ പഴയ പാട്ട്, ബലം നിന്നിലുള്ളോൻ ഭാഗ്യം. എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമുക്ക് ചേർന്ന് പാടാം സന്തോഷത്തോടെ. ബലം നിന്നിലുള്ളോർ ഭാഗ്യം നിറഞ്ഞോ നിശ്ചയമാണെന്നോ താഴ്ച ഭവിക്കുകയില്ലെന്നോ. ബലം നിന്നിലുള്ളോർ ഭാഗ്യം നിറഞ്ഞോ നിശ്ചയമാണെന്നോ താഴ്ച ഭവിക്കുകയില്ലെന്നോ. വിവിധമുള്ളോ മനസ്സുകളിൽ ഈ വിധമുള്ളോ മനസ്സുകളിൽ നിർണയമുണ്ടു നിരന്തരമായി. സിയോൻ നഗരിൻ പെരുവഴികൾ, ആമേ സിയോൻ നഗരിൻ പെരുവഴികൾ. ദേവനിലതിയ ആശ്രയമെവനുണ്ടോ ആയവനേവനിലും അതിരന്നെ. അമ്മേ സേനയിലതിപൻ